ഏട്ടാ നല്ല അടിപൊളി ബൈക്കാണല്ലോ. അച്ഛൻ നിർബന്ധിച്ചാൽ ഞാനൊരു റൗണ്ട് ഓടിച്ചു വന്നിട്ട് കൃത്യമായ അഭിപ്രായം പറയാം. ഓ, ഏതായാലും ബൈക്ക് വാങ്ങിപ്പോയില്ലേ, മുഴുവൻ കാശും കൊടുത്തു. ഇനിയിപ്പോ എന്തായാലും അങ്ങ് സഹിക്കുക തന്നെ. എന്നാലും അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു റൗണ്ട് ഓടിച്ചിട്ട് വരാം. ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. എനിക്കുണ്ടല്ലോ. എന്ത്? ഈ ബൈക്കിൽ ഒരു റൗണ്ട് അടിച്ച് വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടല്ലോ. അച്ഛൻ കീ എടുക്ക്. ടിൻഡു, വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇത്രയും വലിയ ബൈക്ക് ഓടിക്കാനൊന്നും ആയിട്ടില്ല. വല്ലയിടത്ത് മറിഞ്ഞു വീണാ പിന്നെ അതും കൊണ്ട് ബുദ്ധിമുട്ടണം. വേണ്ട, ശരിയാവില്ല. എന്റെ അച്ഛാ, ഇതിലും വലിയ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടുള്ളവനാ. അച്ഛൻ കീ ഇങ്ങത്താ. ദൈവമേ, ഇനി ഏത് ഹോസ്പിറ്റലിലാണാവോ ഇവനെ ഞാൻ അന്വേഷിക്കേണ്ടത്? വീട്ടുകാരെ വിവരം അറിയിക്കണോ? അതിന് ഞാൻ ചത്തില്ലല്ലോ ചേച്ചി, ബന്ധുക്കളെ വിവരം അറിയിക്കാൻ. ഒരു ഇഞ്ചക്ഷൻ വെക്കണം. പേടിക്കാനൊന്നുമില്ല, ഒരു ഉറുമ്പരിക്കുന്നത് പോലെ ഉണ്ടാവൂ. എന്നാ പിന്നെ ഒരു ഉറുമ്പിനെ കൊണ്ട് കടിപ്പിച്ചാ പോരെ? വെറുതെ ഒരു സൂചി വേസ്റ്റ് ആക്കണോ? കയ്യും കാലും ഒടിഞ്ഞു കിടക്കുകയാണെങ്കിലും വായിലെ നാക്കിന് ഒരു കുറവുമില്ല. അയ്യോ, ഇതൊരു സെഡേഷനാണ്. ഇപ്പൊ ഉറക്കം വരും, വേഗം ഉറങ്ങിക്കോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഞാനിത് 3ാമത്തെ തവണയാ വരുന്നത്. ഈ കുട്ടി എന്താ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഉറങ്ങാത്തത്? എന്റെ സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ടാ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. സിസ്റ്ററെ കാണുമ്പോഴേ എനിക്ക് പേടിയാ. പ്ലീസ് ഗെറ്റ് ഔട്ട്.